ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഊട്ടിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളും അവിടുത്തെ ടൈം, ചാർജ്, ലൊക്കേഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ. കൊത്തഗിരിയിലെയും കൂനൂരിലെയും ടൂറിസ്റ്റ് പ്ലേസുകളും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടിയിലേക്കുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളാണ് ആദ്യം കാണിക്കുന്നത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യൂക്കാലിപ്സ് ഫോറസ്റ്റ്. ഗൂഡല്ലൂർ വഴി ഊട്ടിയിലേക്ക് പോകുന്ന റോഡിൽ നിന്ന് തന്നെ യൂക്കാലി മരങ്ങൾ നിറഞ്ഞ സ്ഥലം കാണാൻ പറ്റും. ഊട്ടിയിലേക്ക് പോകുന്ന മിക്ക ആളുകളും ഇവിടെ നിർത്താറുണ്ട്. പാർക്കിംഗ് സ്പേസ് നല്ല കുറവാണ് കേട്ടോ ഇവിടെ. നീഡിൽ റോക്ക് വ്യൂ പോയിന്റ്. യൂക്കാലിപ്സ് ഫോറസ്റ്റ് കഴിഞ്ഞ് ഒരു 500 മീറ്റർ പോയാൽ റോഡ് സൈഡിൽ തന്നെ നീഡിൽ റോക്ക് വ്യൂ പോയിന്റിലേക്കുള്ള എൻട്രൻസ് കാണാൻ പറ്റും. അഡൾട്ടിന് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് ചാർജ് വരുന്നത്. രാവിലെ 7 മണി മുതൽ 5 മണി വരെയാണ് ടൈമിങ്. ടിക്കറ്റ് എടുത്ത് വാക്ക് വേയിലൂടെ നടന്നാൽ വാച്ച് ടവറിലെത്താം. പച്ചപ്പിൻ്റെയും മലനിരകളുടെയൊക്കെ 360 ഡിഗ്രി കാഴ്ച ഇവിടെ നിന്നാൽ കിട്ടും. ഊട്ടി യാത്രയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ടിക്കറ്റ് കൗണ്ടറിനടുത്ത് കിഡ്സ് പാർക്കും വരുന്നുണ്ട്. പിക്നിക് ലേക്ക്. നീഡിൽ റോക്ക് വ്യൂ പോയിന്റിൽ നിന്ന് 11 കിലോമീറ്റർ മാറി ഊട്ടിയിലേക്ക് പോകുന്ന വഴിയിലാണ് മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ലേക്കിന്റെ ലൊക്കേഷൻ വരുന്നത്. ലേക്കിന്റെയും പുൽമേടിന്റെയും അടിപൊളി കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇത്. കുറച്ച് ടീ ഷോപ്പുകളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പൈക്കര ബോട്ട് ഹൗസ്. പിക്നിക് ലേക്കിൽ നിന്നും 10 കിലോമീറ്റർ മാറി ഊട്ടിയിലേക്കുള്ള റൂട്ടിലാണ് പൈക്കര ബോട്ട് ഹൗസിന്റെ ലൊക്കേഷൻ വരുന്നത്. ഊട്ടിയിലേക്കുള്ള യാത്രയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പ്ലേസും കൂടെ ആണ് കേട്ടോ ഇത്. മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഫോറസ്റ്റിലൂടെ വാഹനം ഓടിച്ചു പോകണം. കാറിന് 50 രൂപ എൻട്രി ഫീ വരുന്നുണ്ട്. സ്പീഡ് ബോട്ട്, നോർമൽ ബോട്ട് തുടങ്ങി പല ടൈപ്പിലുള്ള ബോട്ടിങ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഓരോ ബോട്ടിനും പല റേറ്റ് ആണ് വരുന്നത്. ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ബോട്ടിങ്ങിൽ കാട്ടുമൃഗങ്ങളെയൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. നല്ല വെയിലായതുകൊണ്ട് ഈവനിങ് പോകുന്നതായിരിക്കും ബെറ്റർ. 9 മണി മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ ടൈമിംഗ് വരുന്നത്. പൈക്കര വാട്ടർഫാൾസ്. പൈക്കര ബോട്ട് ഹൗസിൽ നിന്നും 2 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ വാട്ടർഫാൾസിന്റെ ലൊക്കേഷൻ വരുന്നത്. പാറക്കെട്ടിലൂടെ അരുവി പോലെ ഒഴുകുന്ന വളരെ മനോഹരമായൊരു വാട്ടർഫാൾ തന്നെയാണിത്. ഇവിടെ അഡൾട്ടിന് 40 രൂപയും കിഡ്സിന് 20 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. രാവിലെ 8:30 മുതൽ 5:30 വരെയാണ് ടൈമിങ്. ഷൂട്ടിംഗ് പോയിന്റ്. പൈക്കര വാട്ടർഫാൾസിൽ നിന്നും 7 കിലോമീറ്റർ മാറി റോഡ് സൈഡിൽ തന്നെയാണ് 9ാം മൈൽ ഷൂട്ടിംഗ് പോയിന്റിന്റെ ലൊക്കേഷൻ വരുന്നത്. പച്ച പുതച്ച മൊട്ടക്കുന്നുകളാണ് ഷൂട്ടിംഗ് പോയിന്റ് എന്നറിയപ്പെടുന്നത്. ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത ലൊക്കേഷനും കൂടിയാണ് കേട്ടത്. അഡൾട്ടിന് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. രാവിലെ 7 മണി മുതൽ 6:30 വരെയാണ് ടൈമിങ്. കുതിര സവാരിയും ഇവിടെയുണ്ട്. കാമരാജ് സാഗർ ഡാം. പൈൻ ഫോറസ്റ്റിനടുത്തുള്ള ഈ ഡാം സിനിമാ ഷൂട്ടിങ്ങിനൊക്കെ ഭയങ്കര ഫേമസ് ആണ് കേട്ടോ. സാന്തിനുള്ള റിസർവോയർ എന്നും അറിയപ്പെടുന്ന ഈ ഡാം മനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ശാന്തമായിട്ടുള്ളൊരു പ്ലേസ് ആണ്. ഡാമിലേക്ക് ഇവിടെ പ്രവേശനമില്ല. ഊട്ടിയിലേക്ക് പോകുന്ന വഴി റോഡിൽ നിന്ന് തന്നെ ഡാമിന്റെയും ലേക്കിന്റെയും കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പൈൻ ഫോറസ്റ്റ്. സാന്തിനുള്ള ലേക്കിനോട് ചേർന്നുള്ള പൈൻ മരക്കാടാണ് പൈൻ ഫോറസ്റ്റ്. ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഇവിടെ. അഡൾട്ടിന് 40 രൂപയും കിഡ്സിന് 20 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. രാവിലെ 8 മണി മുതൽ 6 മണി വരെയാണ് ടൈമിംഗ്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്പോട്ടാണിത്. പൈൻമരങ്ങൾക്കിടയിലൂടെ നടന്ന് ലേക്കിൻ്റെ അടിപൊളി വ്യൂ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല തിരക്കുള്ള പ്ലേസ് ആയതുകൊണ്ട് തന്നെ ഹോളിഡേയ്സിലൊക്കെ ടിക്കറ്റിന് ഒരുപാട് സമയം ക്യൂ നിൽക്കേണ്ടി വരും. പാർക്കിങ്ങിനുള്ള സൗകര്യവും ഇവിടെ കുറവാണ് കേട്ടോ. ടോയ് ട്രെയിൻ. ഊട്ടിയിൽ മസ്റ്റായി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്നാണ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ച ടോയ് ട്രെയിൻ സർവീസ്. ഊട്ടി മുതൽ മേട്ടുപ്പാളയം വരെയുള്ള നീലഗിരി പർവ്വത നിരകളിലൂടെ ഊട്ടിയിലെ ഗ്രാമങ്ങളും വെള്ളച്ചാട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും പൈൻ ഫോറസ്റ്റും കണ്ടുള്ള യാത്ര
അടിപൊളി തന്നെയാണ് കേട്ടോ. ഏകദേശം 4.5 മണിക്കൂർ യാത്ര ആസ്വദിക്കണമെങ്കിൽ സ്റ്റേഷനിൽ നിന്നും ഓൺലൈനായും ടിക്കറ്റ് എടുക്കാൻ പറ്റും. ട്രെയിൻ പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് കൗണ്ടറിൽ ടിക്കറ്റ് കൊടുക്കുന്നത് കേട്ടോ. വെക്കേഷനിലൊക്കെ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. IRCTC വെബ്സൈറ്റ് വഴി ഓൺലൈനായി മുൻകൂട്ടി ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കൂനൂർ, വെല്ലിംഗ്ടൺ, അരുവാങ്കാട്, ലൗഡെയിൽ എന്നിവയാണ് ഫേമസ് ആയ സ്റ്റേഷനുകൾ. അധികം സമയം ഇല്ലാത്തവർക്ക് ഊട്ടിയിൽ നിന്ന് കൂനൂരിലേക്ക് ടിക്കറ്റ് എടുക്കാം. 1 മണിക്കൂറിൽ കൂനൂരിലെത്തും. അവിടെ നിന്ന് ഊട്ടിയിലേക്ക് ബസ്സും ടാക്സിയൊക്കെ അവൈലബിൾ ആണ്. ബോട്ടാണിക്കൽ ഗാർഡനിൽ നിന്ന് കൊത്തഗിരിയിലേക്കുള്ള സ്ഥലങ്ങളാണ് ഇനി കാണിക്കുന്നത്. ബോട്ടാണിക്കൽ ഗാർഡൻ പൂക്കളും ചെടികളും മരങ്ങളും നിറഞ്ഞ ഗാർഡൻ ഊട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. ഫ്ലവർ ഷോ എല്ലാ വർഷവും മെയ് മാസത്തിൽ ഇവിടെ നടത്താറുണ്ട്. അഡൾട്ടിന് 100 രൂപയും കിഡ്സിന് 50 രൂപയാണ് ചാർജ്. രാവിലെ 7 മണി മുതൽ 6:30 വരെയാണ് കേട്ടോ ടൈമിങ്. നല്ല തിരക്കുള്ളൊരു സ്പോട്ടും കൂടിയാണിത്. ഗവൺമെന്റ് മ്യൂസിയം, ട്രൈബൽ മ്യൂസിയം എന്നും വിളിക്കുന്ന 1959 സ്ഥാപിതമായ ഈ മ്യൂസിയം ബോട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും 1.5 കിലോമീറ്റർ മാറിയിട്ടാണ് വരുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള വസ്തുക്കൾ, ജില്ലയുടെ പാരിസ്ഥിതിക വിവരങ്ങൾ, കലാരൂപങ്ങൾ, തമിഴ്നാട്ടിലെ ശില്പങ്ങൾ എന്നിവ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. 10 രൂപയാണ് ചാർജ് വരുന്നത്. 10:30 മുതൽ 6:30 വരെയാണ് ഇവിടുത്തെ ടൈമിങ്. വാക്സ് വേൾഡ്, ബോട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും 1 കിലോമീറ്റർ മാറി ദൊഡ്ഡബെട്ടയിലേക്കുള്ള റോഡിലാണ് വാക്സ് വേൾഡ് മ്യൂസിയം. സ്വാതന്ത്ര്യ സമര സേനാനികളും ദേശീയ നേതാക്കളുടെയും ജനങ്ങളുടെ വ്യത്യസ്ത ജീവിതശൈലികളും മെഴുകു പ്രതിമകളുടെ രൂപത്തിൽ ഇവിടെ കാണാൻ പറ്റും. 9 മണി മുതൽ 6 മണി വരെയാണ് ടൈം വരുന്നത്. 40 രൂപയാണ് ചാർജ്. ടീ ഫാക്ടറി, തേയിലയുടെ ചരിത്രം, ചായപ്പൊടിയും ചോക്ലേറ്റുകളും എങ്ങനെ നിർമ്മിക്കാമെന്നതും നമുക്ക് ഇവിടെ കാണാൻ പറ്റൂട്ടോ. 20 രൂപയാണ് എൻട്രി ചാർജ് വരുന്നത്. 9 മണി മുതൽ 6 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ്. ഇവിടെ തന്നെ സിപ്പ് ലൈനും സ്കൈ സൈക്ലിങ്ങും എല്ലാമുള്ള അഡ്വഞ്ചർ പാർക്കും വരുന്നുണ്ട്. ദൊഡ്ഡബെട്ടയിലേക്കുള്ള റോഡിലാണ് ടീ ഫാക്ടറിയുടെ ലൊക്കേഷൻ വരുന്നത്. ബെഞ്ച്മാർക്ക് ടീ ഫാക്ടറി, ടീ ഫാക്ടറിക്ക് അടുത്തായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. ഇവിടെയും ചായയുടെയും ചോക്ലേറ്റിൻ്റെയും കാഴ്ചകൾ തന്നെയാണ് കാണാനുള്ളത്. ചോക്ലേറ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാനും പറ്റും. ദൊഡ്ഡബെട്ട പീക്ക്, ടീ ഫാക്ടറിയിൽ നിന്നും 4.5 കിലോമീറ്റർ മാറി ഊട്ടിയിലെ ഏറ്റവും ഉയരം കൂടിയ വ്യൂ പോയിന്റ് ആണിത്. സൂയിസൈഡ് പോയിന്റും എന്നും അറിയപ്പെടുന്നു. വാച്ച് ടവറിൽ നിന്ന് താഴ്വരയുടെ അടിപൊളി വ്യൂ കാണാൻ പറ്റും. നീലഗിരി മലനിരകളുടെയും ഊട്ടി ടൗണിൻ്റെയും ഒക്കെ കാഴ്ചകൾ കാണാം. ഇതിനായി ടെലിസ്കോപ്പും ഇവിടെ വരുന്നുണ്ട്. 10 രൂപയാണ് എൻട്രി ചാർജ് വരുന്നത്. രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ്. ചെക്ക് പോസ്റ്റിൽ കാറിന് 50 രൂപ എൻട്രി ഫീ വരുന്നുണ്ട്. ടീ പാർക്ക്, ദൊഡ്ഡബെട്ടക്കടുത്താണ് ഈ പാർക്ക് വരുന്നത്. തേയിലത്തോട്ടങ്ങളിലൂടെ നടക്കാൻ പറ്റും. നല്ലൊരു ഗാർഡനും കുട്ടികൾക്കുള്ള ചെറിയ പാർക്കും ഇവിടെ വരുന്നുണ്ട്. 40 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണിത്. 8 മണി മുതൽ 6 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ്. കൊത്തഗിരി,
ദൊഡ്ഡപേട്ടയിൽ നിന്നും 24 കിലോമീറ്റർ അകലെ ഇന്ത്യയിലെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കൊത്തഗിരി മനോഹരമായ തേയിലത്തോട്ടങ്ങളുടെയും മലനിരകളും പച്ചപ്പും കോടമഞ്ഞും നിറഞ്ഞ ഹിൽ സ്റ്റേഷൻ കൂടിയാണ്. ഊട്ടിയിലെ തിരക്കിൽ നിന്നെല്ലാം മാറി ശാന്തമായൊരു പ്ലേസാണിത്. ഇവിടേക്കുള്ള റൂട്ടൊക്കെ അടിപൊളിയാണ് കേട്ടോ. കോടനാട് വ്യൂ പോയിന്റ്, ബെൽമൺ വ്യൂ പോയിന്റ്, കാതറിൻ വാട്ടർഫാൾ, കിൻ വാട്ടർഫാൾ, ടീ പ്ലാന്റേഷൻ, ലോങ്വുഡ് ഷോല ഫോറസ്റ്റ്, ജോൺ സുള്ളിവൻ മ്യൂസിയം, നെഹ്റു പാർക്ക് എന്നിവയാണ് ഇവിടെ കാണാനുള്ളത്. ഇനി നമുക്ക് ബോട്ട് ഹൗസിൽ നിന്നും അവലാഞ്ച് ലേക്കിലേക്കുള്ള റൂട്ടിലെ സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഊട്ടി ബോട്ട് ഹൗസ് 65 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന 1824 കൃത്രിമമായി നിർമ്മിച്ച ലേക്കാണ് ഊട്ടി ലേക്ക്. 300 രൂപ മുതൽ പല ടൈപ്പ് ബോട്ടിങ്ങുകളും ഇവിടെ അവൈലബിൾ ആണ്. രാവിലെ 9 മണി മുതൽ 6 മണി വരെയാണ് കേട്ടോ ഇവിടുത്തെ ടൈമിംഗ് വരുന്നത്. 25 രൂപയാണ് എൻട്രി ചാർജ്. അമ്യൂസ്മെന്റ് പാർക്ക്, 17D സിനിമ, ഹൊറർ ഹൗസ്, ഷൂട്ടിംഗ്, മിനി ട്രെയിൻ, ഹോഴ്സ് റൈഡ്, ഫുഡ് കോർട്ട് തുടങ്ങിയ ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിനകത്ത് വരുന്നുണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് ചാർജ് വരുന്നുണ്ട് കേട്ടോ. ത്രെഡ് ഗാർഡൻ ഊട്ടിയിലേക്കിനടുത്താണ് മനോഹരമായ കൃത്രിമ പൂക്കൾ നിറഞ്ഞ ഈ ഗാർഡന്റെ ലൊക്കേഷൻ വരുന്നത്. കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത ഈ പൂക്കൾ ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് പെട്ടെന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. 30 രൂപയാണ് ഇവിടുത്തെ എൻട്രി ചാർജ് വരുന്നത്. തണ്ടർ വേൾഡ് ബോട്ട് ഹൗസിൽ നിന്നും 1 കിലോമീറ്റർ മാറിയിട്ടാണ് പാർക്കിന്റെ ലൊക്കേഷൻ വരുന്നത്. ദിനോസർ പാർക്കാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. സ്നോ വേൾഡ്, അമ്യൂസ്മെന്റ് റൈഡ്, ക്യാമറ മ്യൂസിയം, 5D തിയേറ്റർ, റെയിൻ ഫോറസ്റ്റ് തുടങ്ങി ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. രാവിലെ 10 മണി മുതൽ 8 മണി വരെയാണ് ടൈമിങ്. അർബോററ്റം ടീ ഗാർഡൻ ബോട്ട് ഹൗസിൽ നിന്നും 2 കിലോമീറ്റർ മാറി തണ്ടർ വേൾഡിനടുത്താണ് ഈ ഗാർഡന്റെ ലൊക്കേഷൻ വരുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മരങ്ങളുടെ അപൂർവ ശേഖരം തന്നെ ഇവിടെ വരുന്നുണ്ട്. ഊട്ടിയിലെ തിരക്കിൽ നിന്നെല്ലാം മാറി കുറച്ച് സമയം ശാന്തമായിരിക്കാൻ പറ്റിയൊരു സ്പോട്ട് കൂടിയാണ് കേട്ടോ ഇത്. രാവിലെ 9 മണി മുതൽ 5 മണി വരെയാണ് ഇവിടുത്തെ ടൈമിങ്. 10 രൂപയാണ് എൻട്രി ചാർജ് വരുന്നത്. കർണാടക സിരി ഗാർഡൻ ഊട്ടി ബോട്ട് ഹൗസിൽ നിന്നും 2 കിലോമീറ്റർ മാറിയാണ് കർണാടക ഗാർഡന്റെ ലൊക്കേഷൻ വരുന്നത്. അഡൾട്ടിന് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയാണ് കേട്ടോ ഇവിടുത്തെ ചാർജ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് ടൈമിംഗ്. 38 ഏക്കറിൽ ഇറ്റാലിയൻ ഗാർഡൻ, സങ്കൻ ഗാർഡൻ, ടോപ്പിയറി ഗാർഡൻ, ഹാങ്ങിങ് ബ്രിഡ്ജ് തുടങ്ങി ഒരുപാട് കാഴ്ചകൾ ഒരുക്കി ഊട്ടിയിലെ 2ാമത്തെ വലിയ ഗാർഡനാണ് കർണാടക ഗാർഡൻ. ഹാങ്ങിങ് ബ്രിഡ്ജ് ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഗാർഡനിനുള്ളിൽ ബഗ്ഗി സർവീസും അവൈലബിൾ ആണ്. കെയ്ൻ ഹിൽ റിസർവ് ഫോറസ്റ്റ് കർണാടക ഗാർഡനിൽ നിന്നും 3 കിലോമീറ്റർ മാറി ഊട്ടിയിലെ തിരക്ക് കുറഞ്ഞൊരു പ്ലേസാണ് കെയ്ൻ ഹിൽ റിസർവ് ഫോറസ്റ്റ്. അഡൾട്ടിന് 40 രൂപയും കിഡ്സിന് 20 രൂപയാണ് ചാർജ്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ടൈമിംഗ്. ചെറിയൊരു ഫോറസ്റ്റ് മ്യൂസിയം ഇവിടെ വരുന്നുണ്ട്. പൈൻ മരങ്ങളുടെ ഇടയിലൂടെയുള്ള വാക്ക് ബ്രിഡ്ജ് ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. കൂടുതലായിട്ടൊന്നും ഇവിടെ കാണാനില്ല. നാച്ചുറൽ വാക്കൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ പ്ലേസ് ആണിത്. ഫോറസ്റ്റിലൂടെ കുറച്ച് ദൂരം നടന്നാൽ വാച്ച് ടവറിലെത്താം. ഇവിടെ നിന്ന് കാടിന്റെയും താഴ്വരകളുടെയും കാഴ്ചകൾ കാണാൻ പറ്റും. എമറാൾഡ് ലേക്ക് കെയ്ൻ ഹില്ലിൽ നിന്നും 18 കിലോമീറ്റർ മാറി പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ മറ്റൊരു സ്പോട്ടാണ് എമറാൾഡ് ലേക്ക്. പച്ചപ്പ് നിറഞ്ഞ ഇവിടം സൈലന്റ് വാലി എന്നും അറിയപ്പെടുന്നുണ്ട്. നീലഗിരി കുന്നുകളിലെ എമറാൾഡ് ഗ്രാമത്തിനടുത്തായിട്ടാണ് തടാകം സ്ഥിതി ചെയ്യുന്നത്. ലേക്കിന് സമീപം ധാരാളം തേയിലത്തോട്ടങ്ങളും വരുന്നുണ്ട് കേട്ടോ. അവലാഞ്ച് ലേക്ക്
എമറാൾഡ് ലേക്കിൽ നിന്നും 7 കിലോമീറ്റർ മാറി എമറാൾഡ് ലേക്കിൻ്റെ മറ്റൊരു സൈഡാണ് ഈ ലേക്ക്. മലകൾക്കും പച്ചപ്പിനും ഇടയിലുള്ള ഈ തടാകം നല്ലൊരു പിക്നിക് സ്പോട്ട് തന്നെയാണ്. കിണ്ണക്കൊരൈ. എമറാൾഡ് ലേക്കിൽ നിന്നും 37 കിലോമീറ്റർ മാറി കേരള തമിഴ്നാട് ബോർഡറിൽ നട്ടുച്ചയ്ക്ക് സൂര്യൻ ഉദിക്കുന്ന കോടമഞ്ഞ് പുതഞ്ഞ ഗ്രാമമാണ് കിണ്ണക്കൊരൈ. അഡ്വഞ്ചർ ട്രിപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണിത്. അട്ടപ്പാടി മുള്ളി വഴി ഫോറസ്റ്റ് റൂട്ടിലൂടെയും ഇവിടേക്ക് പോകാം. ആന ഇറങ്ങാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ മുള്ളിൽ നിന്നും രാത്രി യാത്രയ്ക്ക് അനുമതിയില്ല. രാവിലെ 6 മണിക്കാണ് മുള്ളി ചെക്ക് പോസ്റ്റ് തുറക്കുന്നത്. വ്യൂ പോയിന്റുകളും കാടും കോടമഞ്ഞും വെള്ളച്ചാട്ടങ്ങളും തേയിലത്തോട്ടങ്ങളും ഉൾനാടൻ ഗ്രാമീണ കാഴ്ചകളും കാണാൻ പറ്റിയൊരു പ്ലേസ് ആണിത്. ഭക്ഷണത്തിനും താമസത്തിനും വലിയ സൗകര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ. റോസ് ഗാർഡനിൽ നിന്നും കൂനൂരിലേക്കുള്ള റൂട്ടിലെ സ്ഥലങ്ങളാണ് അടുത്തതായി കാണിക്കുന്നത്. റോസ് ഗാർഡൻ. ഊട്ടിയിലെ എൽക്ക് ഹില്ലിൽ സ്ഥിതി ചെയ്യുന്ന റോസ് ഗാർഡൻ രാജ്യത്തെ ഏറ്റവും വലിയ റോസ് ഗാർഡൻ ആണ്. 3600 വ്യത്യസ്ത ഇനങ്ങളിലുള്ള റോസാ ചെടികളാണ് ഇവിടെയുള്ളത്. അഡൾട്ടിന് 75 രൂപയും കുട്ടികൾക്ക് 40 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. 7:30 മുതൽ 6:30 വരെയാണ് ഇവിടുത്തെ ടൈമിംഗ്. ലവ്ഡെയിൽ. സമുദ്രനിരപ്പിൽ നിന്നും 7200 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇവിടം നീലഗിരിയിലെ ഉയരമേറിയ സ്ഥലങ്ങളിൽ ഒന്നാണ്. ലവ്ഡെയിലിൽ ഏത് സമയത്തും തണുപ്പ് നിറഞ്ഞൊരു അന്തരീക്ഷമായിരിക്കും ഉണ്ടാവുക. ശാന്തമായ സമയം ചെലവഴിക്കേണ്ടവർക്ക് ലവ്ഡെയിൽ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. ഊട്ടിയിൽ അറിയപ്പെടുന്ന ഒരു ഹണിമൂൺ ഡെസ്റ്റിനേഷൻ കൂടിയാണ് ഇവിടെ. ലവ്ഡെയിൽ റെയിൽവേ സ്റ്റേഷൻ മൂവി ലൊക്കേഷൻ ആയതുകൊണ്ട് അവിടെയും ഒരുപാട് ആളുകൾ പോകാറുണ്ട്. ടോയ് ട്രെയിൻ ഇവിടെ സ്റ്റോപ്പ് വരുന്നുണ്ട്. കെറ്റി വാലി. ഊട്ടിക്കും കൂനൂരിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായൊരു സ്പോട്ടാണ് കെറ്റി വാലി. നീലഗിരി മലനിരകളുടെ താഴ്വാരത്തിൽ പച്ചപ്പാർന്ന കൃഷിയിടങ്ങളും ചെറിയ ഗ്രാമങ്ങളും ചേർന്ന അടിപൊളി കാഴ്ചയാണ് സഞ്ചാരികൾക്ക് ഇവിടെ സമ്മാനിക്കുന്നത്. കൂനൂരിലേക്കുള്ള യാത്രയിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട പ്രകൃതി ഭംഗി നിറഞ്ഞൊരു സ്ഥലം കൂടിയാണിത്. ഊട്ടിയിൽ നിന്ന് കൂനൂരിലേക്കുള്ള ടോയ് ട്രെയിൻ ഇതുവഴിയാണ് കേട്ടോ പോകുന്നത്. റോസ് ഗാർഡനിൽ നിന്നും 5.5 കിലോമീറ്റർ അകലെയാണ് കെറ്റി വാലി. കൂനൂർ. ഊട്ടി കണ്ടു മടുത്തവർക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഊട്ടിയിൽ നിന്ന് 19 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷനായ കൂനൂർ. തേയിലത്തോട്ടങ്ങൾക്കും പ്രകൃതി ഭംഗിക്കും കോട നിറഞ്ഞ കാലാവസ്ഥയ്ക്കും പേരുകേട്ടതാണ് കൂനൂർ. വെല്ലിംഗ്ടൺ മിലിറ്ററി മ്യൂസിയം, സിംസ് പാർക്ക്, ഹൈഫീൽഡ് ടീ എസ്റ്റേറ്റ്, ഡോൾഫിൻ നോസ് വ്യൂ പോയിന്റ്, ലാംസ് റോക്ക് വ്യൂ പോയിന്റ്, കട്ടേരി പാർക്ക്, ലോസ് ഫാൾസ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. സോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.